ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ എന്തോ ബാംഗ്ലൂർ എത്തിയിട്ടോ. രാത്രി 9 മണിക്ക് കയറിയതാണ് ബസ്സിൽ. നമ്മൾ സ്ലീപ്പർ വഴിയാണ് കയറിയത്. അങ്ങനെ തന്നെ ഞങ്ങളുടെ 5 പേരുണ്ടുള്ള ബാംഗ്ലൂർ. അപ്പോൾ ഒരാൾ ഓൾറെഡി ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ നമ്മൾ വന്നേക്കുന്നത്. ഞാൻ എൻ്റെ അനിയൻ ഇൻറ്റേൺഷിപ്പിനെ കൂടുതൽ വന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തത് രാമേശ്വരത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ലൈക്ക് മാൻഡേറ്ററി. ഇവിടെ വന്ന് ആദ്യം കഴിക്കുന്ന എപ്പോഴും രാമേശ്വരത്തെ ഫുഡായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഡെസേർട്ടും കഴിച്ചിട്ടൊരു ഫെനി വിത്ത് സാഫ്രൻ മിൽക്ക്, ഒരു പുതിയ സംഭവമാണ് ട്രൈ ചെയ്ത്. കൊള്ളാം. നമ്മുടെ മറ്റേ എന്താ പറയുക, സേമിയ പോലത്തെ എന്തോ ഒരു സംഭവമാണിത്. മധുരമുള്ള സാഫ്രൺ മിൽക്കാണിതുള്ള. സാഫ്രൺ മിൽക്ക് ഓൾറെഡി സെപ്പറേറ്റ് നമുക്കിവിടെ കിട്ടും. അതിൻ്റെ കൂടെ ഈ സംഭവം ഫെനി എന്ന് പറയുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്, നോട്ട് ഷുവർ. പക്ഷേ കുഴപ്പമില്ല, നല്ലതായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇവർ രണ്ടുപേരും, പൂജയും നിഖിലും, അവർ ഫ്രണ്ട്സിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ അവരാദ്യം കയറിയിട്ട് അവർ ഇറക്കി വിട്ടിട്ട് അതാണ് ഇവിടെ പിന്നെയും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ യൂബർ എടുത്തിട്ട് നേരെ ഞാൻ ഉണ്ണിക്ക് ഹോസ്റ്റൽ നോക്കാൻ പോയി. കാരണം നമ്മൾ വന്ന് കഴിഞ്ഞിട്ടാണ് PG നോക്കുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ ഇന്ദിരാനഗറിലെത്തി. ഇന്ദിരാനഗറിലാണ് അടുത്താണ് അവൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു PG നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് ഫുള്ളായിരുന്നു. അപ്പോൾ അത് വേറെ സ്ഥലത്ത് നമ്മൾ നോക്കുന്നതാണ്. ഹള്ളി എന്ന് പറഞ്ഞ ലൈനല്ലേ ഹള്ളി എന്ന് പറയുന്നത്, ആണോ? ഓ, അങ്ങനെ ഐ ആം ഇൻ ബാംഗ്ലൂർ. അയ്യോ, കുറച്ച് ബ്ലഷ് കൂടി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 9:30 ആയപ്പോൾ നമ്മൾ കയറി. ബസ്സിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ ഇവിടെ ഒരു 6:30 ആയപ്പോൾ ബാംഗ്ലൂർ എത്തി. നമ്മൾ സിൽക്ക് ബോർഡിൽ ഇറങ്ങിയിട്ട് രാമേശ്വരം ബ്രൂക്ക് ഫീൽഡിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാൻ ഇവിടെ PGയിലേക്ക് എത്തി. എൻ്റെ അനിയനെ ഞാൻ PGയിൽ കൊണ്ടുവന്നാക്കി, അവൻ്റെ PG ഒക്കെ സെറ്റ് ചെയ്തു. ഇനി നമ്മളൊന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിനുള്ള റെഡി ആവലാണ്. ഞാൻ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വി ആർ ഗെറ്റിംഗ് റെഡി ടു ഗോ ഔട്ട്. അപ്പോൾ ഇതാണ് PG ഇത് ഫോർ ഷെയറിങ് ആണ്. ഇതിപ്പോൾ ഒരു ബെഡ് നല്ല നീറ്റായിട്ടുള്ള ബെഡ്. ഇതെൻ്റെ ബെഡ്. ഞാൻ വന്ന് ഇതൊക്കെ അലങ്കോലമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ താമസിക്കുന്നത്. പൊട്ടും കൂടി വെക്കണം അല്ലേ? ഞാൻ ലിപ്സ്റ്റിക്കാണ് എടുത്തത്. കാരണം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതിപ്പോൾ 2 വർഷം ആവാറായി. ഇത് മാക്കിൻ്റെ ബ്രിക്ക് കോല എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. മുഖത്തൊരു തെളിച്ചം വരുന്നൊരു ഷെയ്ഡാണ്. സോ യാ, ദിസ് ഇസ് വാട്ട് ഐ എം വെയറിങ്. ഇവിടെ വെക്കാം. ഫോൺ പുറത്തേക്ക് പോവോ? സോ ഇവിടെ വയ്ക്കും. ഈ ടോപ്പ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. എനിക്ക് ഈ നെക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വാളിറ്റി പീസാണ്. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കഴുകി, ഇതുവരെയും പ്രശ്നമൊന്നുമില്ല. നിപ്പിട്ടേക്കുന്ന മിക്കതും. ഈ കമ്മലും അതെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. ഹോൾ ഔട്ട്ഫിറ്റ് ഇസ് ഫ്രം. പിന്നെ ഈ പാൻറ്റ് മാത്രം ഞാനിത് മിന്ത്രയിൽ നിന്ന് മേടിച്ചത്. അത് ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടൊരു പാൻറ്റ്. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇപ്പം ഇന്ന് അത്ര ഒരു മൂഡി ക്ലൈമറ്റാണ്. വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ സ്ലീവ്ലെസ് ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ടാൻ ഇടിച്ച് കൊണ്ടാരും. ഇതാണ് ഇവിടുത്തെ ഉള്ള വ്യൂ. ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്യാനുള്ള കോൾ. ഒരു ഉച്ച കഴിയുമ്പോൾ മഴ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ യാ, വോയിസ് ഉറപ്പിൽ കൊടുത്തോളാം. അങ്ങനെ റെഡി ആയിട്ട് നേരെ പോയി ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ വരണമെന്ന് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യമാണ് വരാൻ പറ്റിയത്. നാഗാർജുന, ഇന്ദിരാനഗറിലുള്ള നാഗാർജുനയില്ല വന്ന് ഇവിടുത്തെ ആന്ധ്ര സ്റ്റൈൽ മീൽസ് ഇവിടെ ഫുള്ള്. അപ്പോൾ എനിക്ക് ആന്ധ്ര മീൽസ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടി വന്നാൽ ഞങ്ങൾ ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ കബാബോ ഓർഡർ ചെയ്ത്. പിന്നെ അവിടെ ഇങ്ങനത്തെ
തൊക്ക് അവിടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി. പ്ലസ് ഒരു അച്ചാറും പിന്നെന്താ പൊടിയാണ് ഇവിടെ എല്ലാ ടേബിളിലും ഇങ്ങനെ വെച്ചേക്കുന്നൊരു സംഭവം. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് തിന്നോക്കുന്ന കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് മാംഗോ പിക്കിൾ, കട്ട് മാംഗോ പിക്കിൾ. അതോ അപ്പുറത്തതോ? ഇതെന്താ എനിക്ക് മനസ്സിലാവില്ല. സിനിമ ചോറിൻ്റെ കൂടെ സൂപ്പറായി. നീണ്ട കാത്തിരിപ്പിന് ശേഷം 1 മണിക്കൂർ കാത്തിരുന്നു നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് വന്നു. ഒരു പൊടി ചിക്കനും ചിക്കൻ കബാബും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ടും. ഭയങ്കര ക്രിസ്പി ആയിരുന്നു. ബട്ട് ആ മാരിനേഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് സ്റ്റാർട്ടേഴ്സ് ചിക്കൻ്റെ എസ്പെഷ്യലി മേടിച്ചാൽ സെയിം ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് കൂടുതലും ചിക്കൻ കബാബ് ഇഷ്ടപ്പെട്ട. മറ്റതും ഇഷ്ടമായി പൊടിയുള്ള ചിക്കൻ. ദാറ്റ് വാസ് ഓൾസോ ഗുഡ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എക്സ്പെൻസീവ് അല്ല, ഒരു മീഡിയത്തെക്കാളും കുറച്ച് ആവറേജിനേക്കാളും കുറച്ച് കൂടുതൽ റേറ്റ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം മീൽസിനൊക്കെ തന്നെ ഒരു 300+ ഉണ്ട്. നിങ്ങൾ ഓർക്കണം, ഒരു മീലിനുള്ള റേറ്റാണ്. ബിരിയാണി എനിക്ക് തോന്നണേ അത്രയും തന്നെ ഉണ്ട്. അപ്പോൾ ബിരിയാണി കഴിക്കണവർക്ക് ബിരിയാണി കഴിക്കാം, മീൽസ് കഴിക്കണവർക്ക് മീൽസ് കഴിക്കാം. റേറ്റൊക്കെ സെയിമാണ്. നമ്മൾ 2 ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. പിന്നെ ഞാനും പൂജയും പിന്നെ എൻ്റെ അനിയനും മീൽസാണ് പറഞ്ഞത്. അപ്പോൾ മീൽസിനാണ് ഈ പപ്പടമൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്. മീൽസ് ഇങ്ങനെ നമ്മുടെ വൈറ്റ് റൈസ്, അതിൻ്റെ കൂടെ കണ്ടോ ഘീ ഒഴിച്ച് തരും കേട്ടോ. നമുക്കിഷ്ടമുള്ള അത്രയും ഘീ. പിന്നെ ഇങ്ങനെ ഒരു കറിയുണ്ട്, പിന്നെ ഒരു പൊരിയൽ പോലെ ഇങ്ങനെ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ. പിന്നെ മെയിൻ ഈ പരിപ്പ് കഴിക്കാനായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരുന്നത്. ഇവിടുത്തെ ഈ പരിപ്പ് കറി ഇസ് വെരി ഫേമസ്. പിന്നെ ഒരു പൊരിയലുണ്ടാവും, ഒരു വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ പോലത്തെ. ഇതാണ് ഒരു മീൽസിലുള്ളത്. പിന്നെ സാമ്പാർ, രസം അതൊക്കെ സെപ്പറേറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ടാവും. ബട്ട് ഈ പരിപ്പ് കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ, അത്ര ടേസ്റ്റാണ്. പിന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ചിക്കൻ്റെ എന്തോ ഒരു കറി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മീൽസ് കഴിക്കാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള പരിപ്പ് കറി മാത്രം മതി. കണ്ടോ വൃത്തിയാക്കി വെച്ചു, കഴിച്ചു. സ്വന്തമായിട്ട് മേടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പായസം തരട്ടോ ലാസ്റ്റ്. അതാണ് ഈ കഴിക്കുന്നത്. മറ്റേ ചവ്വരിയുടെ പായസമോ സേമിയോ ആണോ ചവ്വരി പായസമാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് കഴിച്ച എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബിരിയാണിയാണ് പിന്നെ എനിക്ക് അത്രയും താല്പര്യം ഉണ്ടാവാതിരുന്നത്. ബട്ട് എവറിത്തിങ് എൽസ് വാസ് റിയലി ഗുഡ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വന്ന് ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡു ട്രൈ. അത് കഴിഞ്ഞിട്ട് അവിടെ പോകും, മച്ച കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് മോച്ച കഴിക്കാൻ പോകും. പിന്നെ നമ്മള് ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ഫുള്ള് ഫുഡടി മാത്രം. നാളെ നമ്മള് കബോൺ പാർക്കിൽ പോകും, ട്രാംപ്ലിൻ പാർക്കിൽ പോകും. കുറച്ച് അധികം സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ട്. എന്താ പറയാ, സ്റ്റുഡിയോ അല്ല, നാട്ടിൽ സ്റ്റുഡിയോ ഇല്ലാത്ത ഇവിടെ വന്നിട്ട് സ്റ്റുഡിയോ പോവാ. അല്ല, നമ്മള് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഞങ്ങളുടെ ബോഡി ഗാർഡ് ഫ്രണ്ടില്. ഇത് എവിടെ നിന്ന് തിരിക്കൂടി? ഇതാണ് ഞങ്ങളുടെ ബോഡി ഗാർഡ്സ്. ഞങ്ങൾ 3 സുന്ദരികളായ തരണി രമണികളെ. വീട്ടിൽ എല്ലാവരും ഓമനത്തോടെ ഈ ബ്ലാക്ക് ഇട്ടേക്കുന്നവൻ ഉണ്ണി. ഫ്രണ്ടി നടക്കാം. എനിക്ക് കളർ ബ്ലൈൻഡ്നെസ് ഫ്രണ്ടിത്തെ കളർ അത് ഉണ്ണിക്കുട്ടൻ. ഇപ്പൊ പോകുന്നതാണ് നമ്മുടെ ഇൻഫ്ലുവൻസർ പൂജ്. ആക്ച്വലി ഞങ്ങൾ നാഗാർജുന കയറിയപ്പോ ഇൻഫ്ലുവൻസർ പൂജിന്റെ പേരും പറഞ്ഞ ഡിസ്കൗണ്ട് കിട്ടി. ഇവളാണ് ഞങ്ങളുടെ ഫോൺ. എന്റെ ചെരുപ്പ് കണ്ടിട്ട് തളകളുടെ ചെരുപ്പാന്ന് പറഞ്ഞപ്പോ ആളുടെ ചെരുപ്പ് പൊട്ടിപ്പോയി. പൊട്ടിയില്ല വാച്ച് ഓടിപ്പാ. ഇതാണ് നന്മമരം. എന്താ പറ്റിയ പൂച്ച? എന്താണ് പ്രശ്നം? എന്റെ ഈ ചെരുപ്പുണ്ടല്ലോ, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബക്കള് വിടും. എന്റെ ഹസ്ബൻഡ് ഇത് ഇടാറിയാം. ഹസ്ബൻഡിനെ കാണാനില്ല. ദൂരത്തേന് എവിടെ കാണുന്നുണ്ട്?
എന്റെ ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യാണ്ട് ഫ്രണ്ടിൽ പോയി ഗൈസ്. ഇത് മറ്റേ സ്റ്റോണ സ്നേഹനിധിയായ ഭർത്താവ്, ഇവിടെ നേരത്തെ പറഞ്ഞ ഭർത്താവ്. ഇവിടെ ഭർത്താവിനെ കൊണ്ടുവരാണ്ട് ബാംഗ്ലൂർ വന്നു. നോക്കണ്ട, കുറച്ച് പോകും. ഇന്ദിരാനഗറിന്റെ തെരുവോരങ്ങളിൽ കൂടെ നടക്കുകയാണ്. നല്ല ചൂടുണ്ട് ഗൈസ്. ഇല്ല, ഇന്ന് നോർമലി ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്നതാണ്. ആകാശം ആക്ച്വലി ഇങ്ങനെ നടക്കാനായിട്ട് നല്ല സുഖം ഇന്ദിരാനഗർ. ഇവിടെ നല്ല റിച്ച് ആയിരിക്കണം. ഇപ്പം നമ്മളില്ല ബ്ലോഗില്, നമ്മൾ ഇങ്ങനെ വിളിക്കും. അതെ, ഇപ്പം ആരെ കിട്ടുന്നതിന് പറഞ്ഞില്ല. ചേട്ടാ ഞങ്ങൾ ഈ വ്ളോഗേഴ്സാണ്. വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഇന്ദിരാനഗർ എത്തിയിരിക്കുന്നു. വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്. പിന്നെ ബാംഗ്ലൂർ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണ സംഭവമാണ് മാഗ്നോലിയ ട്രെസ്ലെഷസ്. ഞാൻ അതിൽ ഇവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ട്രെസ്ലെഷസ് ആണ് എപ്പോഴും വരുമ്പോൾ ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. സോ അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പ്രാവശ്യം ഇവിടുത്തെ ക്ലാസിക് ബനാന പുഡിങ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തു. അങ്ങനെ ഞങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും പൂജയും നിഖിലും പിന്നെ അനിയനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് ക്ലാസിക് ട്രെസ്ലെഷസ് ആണ്. എഗ്ലെസ് ആണ് ഞാൻ എപ്പോഴും മേടിക്കാറുള്ളത്. എനിക്ക് എഗ്ഗിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഏതാ മേടിക്കുന്നത്. അപ്പോൾ അതേ ട്രൈ ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ബാംഗ്ലൂർ രാമേശ്വരം കഫേയിൽ പോകുന്ന പോലെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഞാനിവിടെ വന്ന് കഴിച്ചിട്ടുണ്ടാവും. അത്രയും ടേസ്റ്റ് ആളായി. കഴിച്ചോക്കടാ. വേറെ എവിടെയും ടേസ്റ്റ് കിട്ടില്ല. അതാണ് ഇത് ബനാന പുഡിംഗ്. കുറേ നാൾക്ക് ശേഷം നല്ല പഴം, നല്ല കുഴപ്പമില്ല. പഴം തന്നെ. വെള്ളം വേണ്ടി വരും. ഇതൊരു 5 out of 10. ട്രെസ്ലെഷസ് 10 out of 10 അല്ല 100 out of 10. ബനാന പുഡിംഗ് പക്ഷെ ഒരു 5 out of 10 ഒക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു പാർക്കിൽ കയറിയിരിക്കുന്നത്. നല്ല ശാന്തമായ പാർക്ക്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പാർക്കൊന്നുമില്ല. വെരി ബാഡ്. നമുക്ക് മാച്ചയും കൂടി ട്രൈ ചെയ്യാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് മാച്ച ട്രൈ ചെയ്യാൻ പോകുന്നത്. കാര്യമൊന്നുമില്ല, ജസ്റ്റ് വാങ്ങിക്കാൻ. എനിക്ക് ഉറപ്പ് ആരും കുടിക്കാൻ പോകില്ല. സ്ട്രോബെറി മാച്ച. വീടാണോ സ്വന്തം? ഹലോ, ഓക്കെ നല്ലല്ലേ? വീട് നിങ്ങൾ കുടിച്ചോ? ഓക്കെ ഗായ്സ്, ദ സെക്കൻഡ് കണ്ടസ്റ്റന്റ് ഓൺ സ്റ്റേജ്. ഇഷ്ടമായില്ല? നെക്സ്റ്റ് വൺ. ഔഷധം കുഴപ്പമില്ല. കുറച്ചുകൂടി മധുരം കുറച്ചുകൂടി സ്ട്രോബെറി കുഴപ്പമില്ല, പക്ഷെ വെള്ളം പറയാം. ഞാൻ കുടിക്കാം. എൻ്റെ റിയാക്ഷൻ ഇഷ്ടപ്പെടാത്ത പൂജക്ക് ഇഷ്ടം കയ്പല്ലേ? സ്ട്രോബെറി നമ്മളിപ്പോ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തി ഗൈസ്. മഴ പെയ്ത് തുടങ്ങി. അതെ, യെസ്, മഴ പെയ്യുമ്പോ ഞങ്ങളിപ്പോ തുടങ്ങിയുള്ളൂ ഇവിടെ ഷോപ്പിംഗ്.
അപ്പോൾ നല്ല തിരക്കാണ് ഗൈസ്. പിന്നെ നമ്മളിതേ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കയറി ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. ആക്ച്വലി രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോൾ ഇറങ്ങിയത്, അപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആയപ്പോൾ മടുത്തു. പിന്നെയും ഞങ്ങളിത് ഇവർക്കൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ എന്നും പറഞ്ഞ് ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കണമായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഷോപ്പ് ചെയ്തിലിട്ടു ഇപ്രാവശ്യം. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു, ലിച്ചി, പിന്നെ ഈ പേര്, ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ലിച്ചിയും പേരൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇവരുടെ സ്റ്റോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ.